എന്നെ ഒരാൾ ഇപ്പം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ വീഡിയോ അല്ല ചെയ്യല്ല, വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കമ്പനിക്ക് എന്ന്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഹൈറിച്ചുള്ള ആളാണ്, അതുകൊണ്ടാണ് ഞാനതിനൊരു വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ശരിയാണ്, ഞാൻ ഹൈറിച്ചിന് വേണ്ടി വാദിച്ച ഒരാളായിരുന്നു. പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായതിനു ശേഷം ഞാൻ എന്താക്കിയെന്നറിയാ, അതിനെതിർത്തു. അത് എൻ്റെ പൗരധർമ്മമാണ്. ഞാനിപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇതേ ആളുകൾ തന്നെ എന്നെ കാർക്കിച്ച് തുപ്പും. അപ്പം ഞാനെന്തിനാണ് അതിന് നിൽക്കേണ്ട ആവശ്യം? എന്നിട്ട് കാര്യങ്ങൾ ഓരോ ഡീറ്റെയിലിംഗ് കാര്യങ്ങളായിട്ട് ഞാൻ പ്രൂഫ് സമേതം ഞാൻ അറിയിച്ചു, ചോദിച്ചു നോക്കി. ഇവരെ 200 കോടി ഇവർ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. 120 കോടി MD-മാർ ഡെപ്പോസിറ്റ് ചെയ്തതും ഇതിൽ തന്നെ നമ്മളെ സെഷൻ കോടതിയിലുള്ള പ്രൂഫ് പോലും കോടതി ബഡ്സ് ആക്ടിൽ പെട്ടതാണെന്ന് പറഞ്ഞ് സാക്ഷ്യം വഹിച്ച ആ റിപ്പോർട്ടും കൂടി കൊടുത്ത് ഇത് സ്ഥിരപ്പെടുത്തിയതാണ്. അതായത് ഇതിനു മുമ്പേ ബഡ്സ് ആക്ടിൽ പെടുത്തി ഇത് കണ്ടുകെട്ടി, ഏത് നമ്മളെ അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം കണ്ടുകെട്ടി. ഇപ്പം അത് സ്ഥിരപ്പെടുത്തി. പിന്നെ ഇത് ഇതിൻ്റെ എല്ലാ പ്രൂഫ് ഞാൻ കൊടുത്തു. MD 120 കോടി ഡെപ്പോസിറ്റ് ചെയ്ത് ഞാൻ നേരം ഒരു ചോദ്യം ചോദിച്ചു, ഈ കമ്പനി ഇത്രക്കായിരം പ്രൂഫ് കൊടുക്കുക, ഇത് എന്താ പറയുക പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ കമ്പനി തന്നെ ഇൻവെസ്റ്റ് ചെയ്തില്ല? FD ആയിട്ട് കിട്ടൂ. FD-യിൽ എത്ര കിട്ടുക? 6%, 7% അല്ലേ? ഓക്കെ. എന്നിട്ട് അതിനൊന്നും ഒരു ഉത്തരയില്ല. പിന്നെ അതേപോലെ തന്നെ 80 ആൾക്കാർ കേസ് പോയതും 39 ആൾക്കാർ കണ്ണൂർ കേസ് പോയതും എല്ലാം ഞാൻ ഇത് കഴിച്ചിട്ട് കൊടുത്തു. ഇതെല്ലാം കൊടുത്തതിന് ശേഷം വീണ്ടും അദ്ദേഹം വാദിക്കാൻ വരികയാണ്. ഞാൻ എന്താക്കി, ഇദ്ദേഹത്തിന്റെ ഡീറ്റെയിലും എടുത്തു. ഇയാള് 60 ലക്ഷത്തിന് മുകളിൽ ഉണ്ടാക്കിയ ഒരാളാണ്. 40 ലക്ഷം ഉറുപ്പ് ഇട്ടിട്ടുണ്ട്, 60 ലക്ഷത്തിന് മുകളിൽ ഉണ്ടാക്കിയ ആളാണ്. അങ്ങനത്തെ ആൾക്കാരേ വാദിക്കാൻ വരുന്നുള്ളൂ. ചിലരുണ്ട് 800 രൂപ ഇട്ടിട്ട് ലക്ഷക്കണക്കിനും ഉണ്ടാക്കിയ ആൾക്കാർ. അവരെല്ലാം പിന്നെ അവർക്ക് ദൈവമാണ് ഈ കമ്പനി, അവർക്ക് ദൈവമാണ്. അവർ ഈ കമ്പനി പറയുന്നത് പോലെയൊക്കെ വെക്കൂ. പിന്നെ നമ്മളെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്, തെറ്റിദ്ധരിക്കപ്പെടിപ്പിച്ചു. കാരണം ഇവർ പറയുന്ന ഒരു സൈഡ് മാത്രം പറഞ്ഞ് നമ്മൾ അതാ സത്യം എന്ന് വിചാരിച്ചിട്ട് നമ്മളിതിൽ വിശ്വസിച്ചു. പിന്നെ ഇവർക്കൊരു മന്ത്രപരിപാടി ഉണ്ട്, ഏത് വിജയമന്ത്ര എന്ന് പറഞ്ഞ സംഭവം. അത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാം എണീപ്പിക്കും. എല്ലാവരും എണീച്ചിട്ട് വിജയമന്ത്ര കേൾക്കണം, എന്നിട്ട് റിലാക്സേഷനും അതും ഇതും പണ്ടാരക്കാലൻ എല്ലാം ഉണ്ട്. അതിലൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കുറേ ഇതെല്ലാം ഉണ്ട്. അത് എന്താ പറയുക, ബാധയെല്ലാം ഒഴിപ്പിക്കുന്ന ഒരു ഇതിലുള്ള ആളാണ്. ഇപ്പോൾ ആ പരിപാടി നടക്കുന്നുണ്ട്. ഇപ്പം പരിപാടി എന്ന് പറഞ്ഞാൽ ഫീസ് വാങ്ങിയിട്ട് പരിപാടിയെല്ലാം നടത്തുന്നത്, അതിന് പോകുന്നുമുണ്ട്. എന്ത് വേണാക്കട്ടെ. പക്ഷെ ഇത് ഒന്നാം തരം ഉടായ്പ് പരിപാടിയാന്നുള്ള പറയാം. ഉടായ്പ് പരിപാടി. ഇനിയിപ്പോൾ എൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ എന്ത് വേണേ പറഞ്ഞോ, ഐ ഡോണ്ട് കെയർ. നിങ്ങളെ വാക്കുമല്ലെന്നല്ല ഞാൻ ഉള്ളത് കേട്ടാ. നിങ്ങളെ നോക്കിയിട്ടൊന്നല്ല എൻ്റെ ജീവിതം തുടങ്ങിയത്. പിന്നെ അതേപോലെ തന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ച ആൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ വീഡിയോ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാനത് അക്സെപ്റ്റ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഇൻ കേസ് ഹൈറിച്ചിൽ കുറേ ആൾക്കാർ ഇട്ടിട്ടുണ്ട്, കമ്പനി കൊടുക്കുന്നല്ല പറഞ്ഞേ. അന്നേരം പിന്നെ നമ്മളിപ്പോൾ വീഡിയോ കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടാണ്ട. അങ്ങനെ ഞാൻ വിചാരിച്ചു. നിർത്തുന്നേരണ്ടല്ലോ വീണ്ടും എൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ കുറേ ഇതേപോലത്തെ ലീഡർമാർ, പൈസ ഉണ്ടാക്കിയ ആളുകൾ വന്നിട്ട് ചൊറിയുന്നുണ്ട്. ആ കമൻറ്റ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവർ പാവങ്ങളാണ്. ആ പാവങ്ങളൊന്നുമല്ല, നല്ല പൈസ ഉണ്ടാക്കിയതാ. എന്തിനാണ് പറയുന്നത്? എത്രയോ ആൾക്കാർ കഷ്ടപ്പെട്ടിട്ട് ലീഡർമാരോട് കോണ്ടാക്ട് ചെയ്യുന്നേരം ഒരു റീപ്ലൈ പോലും തരുന്നില്ല. അതേ പറഞ്ഞു കഴിഞ്ഞാൽ സൂസൈഡ് ചെയ്യും, ഞാൻ കഷ്ടത്തിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. ഒരു വീട് എടുത്ത് 2 വീട് എടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രോപ്പർട്ടി എടുത്ത് വാങ്ങിയിട്ട് ആൾക്കാരുണ്ട്. കറങ്ങാൻ പോകുന്ന ഇവർക്കൊരു സങ്കടവും ഇല്ല. ഈ ലീഡർമാർക്ക് സങ്കടവും ഇല്ല, കറങ്ങാൻ പോവാണ്. അങ്ങനെ നല്ല പൈസ ഉണ്ടാക്കിയ ലീഡർമാർ കേട്ടാ. ചില ലീഡർമാർ അങ്ങനെയൊന്നും ഇല്ല. അതും കൂടി ഞാൻ പറയുന്നത്, എല്ലാവരും ഒരേ ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒന്നാം തരം പറ്റിച്ച് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു കമ്പനി, ഇങ്ങനത്തെ ആൾക്കാർ ഇപ്പോൾ എന്താ പറയുക, നീട്ടിക്കൊണ്ടുപോവാ അതും ഇത് മോഹന വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് ഇവർ ഒരു മണ്ണാങ്കട്ട തരൂലാന്ന് ഉറപ്പല്ലേ. അതുമല്ല കോടതിയിൽ ഇപ്പം ഇതാക്കിയിട്ടുള്ള ഇന്ന കമ്പനി ബഡ്സ് ആക്ടിൽ പെട്ടിട്ടുണ്ട്. ഇവരെ സ്ഥാപനം ഇതെല്ലാം ഫ്രീസ് ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ ഇവർ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇവർ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇവർ വീണ്ടും ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ട്. അത് ഒന്നാം തരം ഇല്ലീഗൽ പരിപാടിയാണ്. ഉടായ്പിലെ ഇല്ലീഗൽ പരിപാടി. ഇതെന്താ ചെയ്യുന്നറിയാം, ഇവർ ഈ പരിപാടി ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നാളെ ജാർഖണ്ഡ് പോയി ഓപ്പൺ ചെയ്യും. അവിടെ കുറെ ആളെ പറ്റിച്ചിട്ട് പിന്നെ മുംബൈയിൽ പോയിട്ട് വേറെ അക്കൗണ്ട് ഇത് തുടങ്ങും, കമ്പനി തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ബംഗാളിൽ പോയിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാശ്മീരിൽ പോയി തുടങ്ങും. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും
ഇതേപോലത്തെ മാസീവായിട്ടുള്ള അറസ്റ്റ് വേറൊന്നിനും ഉണ്ടാവില്ല എന്ന് തന്നെ ഉറപ്പിച്ചോ. കാരണം വെച്ചാൽ അത്രക്കും കേസും കാര്യങ്ങളും പോവാണ്. കാരണം ഇവർ കുറേ ആൾക്കാരെ വിഡ്ഢികളാക്കി, കുറേ ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ചിട്ട് കുടുക്കിയിട്ടുണ്ട്. അപ്പം ഇതൊന്നും അധിക നാളും നിലനിൽക്കില്ല. കാരണം ഉപ്പ് തിന്നവന് വെള്ളം കുടിക്കും. ഉപ്പ് തിന്നിട്ടുണ്ട് ഇവർ, അതുകൊണ്ട് വെള്ളം കുടിച്ചേ തീരും.